മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ 7ാം മാസ ചടങ്ങിന്റെ തയ്യാറെടുപ്പിൽ തന്നെയാണ് കണ്ണനും ലേഖയും അനന്തവും മഹിയും ഒക്കെ തന്നെ. അതിനിടയിലാണ് വലിയൊരു തലവേദനയായിട്ട് പ്രതാപന്റെ സത്യങ്ങൾ വെളിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ. അത് മഹിയെ തുടരെ തുടരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അവളത് പുറത്ത് കാണിക്കാതെ മാക്സിമം കണ്ണന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഉണ്ണിയും ദുർഗയും പ്രതാപനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരണമെന്ന് വാശി പിടിക്കുമ്പോഴും മുത്തശ്ശി അവിടേക്ക് ആരെയും കൊണ്ടുവരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛന്റെ കണ്ടീഷൻ അത്രയ്ക്ക് മോശമാണെന്നും താൻ മാത്രം അങ്ങോട്ട് ചെന്നാൽ മതി എന്നാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന കരുണയോട് മോഹിനി പറയുന്നുണ്ട്, വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെയും നിന്റെ ചേച്ചിയുടെയും ജീവിതം പോലും നഷ്ടപ്പെടുന്ന ഒരു കേസാണ് നിന്റെ അച്ഛൻ്റെത്. അച്ഛന്റെ നാവ് എങ്ങനെയെങ്കിലും ചങ്ങലയിടണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും, നിന്റെ കെട്ടുതാലി അടക്കം അഴിഞ്ഞു പോകുമെന്നൊക്കെ പറയുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാകുന്നു. പിന്നീട് പ്രതാപനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് വീണ്ടും കണ്ണന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അതേ കണ്ണമോൻ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് കരുണയും മുത്തശ്ശിയും വരികയും ഫോൺ പിടിച്ചു വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ണൻ മഹിയുടെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് പ്രതാപൻ വീണ്ടും വിളിച്ച കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മഹിയാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. തന്റെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും തനിക്ക് എന്താ പറ്റിയത്? താൻ എന്തിനാ പേടിക്കുന്നത്? തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്ത് പ്രശ്നം? ഞാൻ ആ പ്രതാപനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കായിരുന്നു. അയാളെ വിളിക്കുമ്പോൾ ഇനി കണ്ണേട്ടൻ ഫോൺ എടുക്കണ്ട. അവസാനമായിട്ട് നമ്മളെ കൊല്ലാൻ വരുന്ന സമയത്താണല്ലോ ഈ അപകടം പറ്റിയത്. അതുകൊണ്ട് അയാളുടെ മാനസിക നില തെറ്റിയിട്ടുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അയാൾ അവിടെ വരെ ഒന്ന് ചെന്ന് കാണണം. എന്തോ ഒരു കാര്യം അയാൾക്ക് എന്നോട് പറയാനുണ്ട്. എന്നെയും തന്നെയും ദ്രോഹിക്കുന്ന അയാളെ എൻ്റെ അച്ഛൻ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. അയാളുടെ അഹങ്കാരം എൻ്റെ അച്ഛൻ കുറച്ചിരിക്കുമെന്നൊക്കെ പറയുകയാണ്. എന്തായാലും കണ്ണന്റെ ആ ഒരു ഉറച്ച തീരുമാനമൊക്കെ കേട്ട് മഹിക്കാണെങ്കിൽ ആകെ പേടിയാവാണ്. താൻ എത്രയും പെട്ടെന്ന് അമ്മയെ ഒന്ന് ചെന്ന് കാണട്ടെ, കുറെ ദിവസമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ അവിടെ നിന്നും നൈസായിട്ട് തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് മഹിയാണെങ്കിൽ മോഹിനിയോട് സംസാരിക്കുന്നുണ്ട്. ആകെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കണമേ. ഈ പ്രതാപൻ കണ്ണേട്ടന്റെ ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. എനിക്കാകെ പേടിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കരുണയോടും രാവിലെ പറഞ്ഞതേ ഉള്ളൂ, ഏത് സമയം നോക്കിയാലും കണ്ണന്റെ അച്ഛനുമായിട്ടുള്ള സംസാരമാണ്. കണ്ണന്റെ അച്ഛൻ കണ്ണനോട് പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ളതാണത്രേ ഈ ഒരു കൊലപാതക രഹസ്യം. അതിനിപ്പോ അയാൾ എങ്ങനെയെങ്കിലൊക്കെ കണ്ണനെ അറിയിക്കുമോളെ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? കരുണയ്ക്ക് നല്ല പേടിയുണ്ട്. കരുണയ്ക്ക് മാത്രമല്ല മുത്തശ്ശിക്കും. ഉണ്ണിയെയും ദുർഗയെയും ഇങ്ങോട്ട് വരാതെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കരുണയും അവളുടെ മുത്തശ്ശിയും. എന്തായാലും മോള് പേടിക്കേണ്ട. സത്യങ്ങൾ അറിയുകയാണെങ്കിൽ കൂടിയും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് കരുതി മോൾ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മോഹിനിയാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് റൂമിനകത്തേക്ക് കയറി പോകുന്നുണ്ടെങ്കിലും പ്രതാപനാണെങ്കിൽ കരുണയോട് ഒട്ടും സ്നേഹമില്ലാതെ ആകെ ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ വിശ്വനാഥനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോടി നീ നിന്റെ മുത്തശ്ശിയും കയറി വരുന്നത്? ദേ എന്നെ കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും കെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ നല്ലത് എന്നെ കൊന്നു കളഞ്ഞോടടി എന്നൊക്കെ പറഞ്ഞ് കരുണയെ വേണ്ടുവോളം അപമാനിക്കുന്നുണ്ട്. ആ ഒരു അപമാനം സഹിക്കാനാവാതെ കരുണയാണെങ്കിൽ ആകെ വിഷമിക്കുന്നു. എന്തായാലും പ്രതാപൻ മറ്റൊരു വലിയ ഞെട്ടിക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, കരുണയെ ആട്ടിവിടുന്ന പ്രതാപനാവട്ടെ മഹാലക്ഷ്മി മോളെ എന്നൊക്കെ പറഞ്ഞ് തന്റെ അടുത്തേക്ക് വിളിച്ചിരുത്തുകയും മഹിയോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യാണ്. ഇതുകൂടി കാണുമ്പോൾ നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. അവൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് സ്നേഹത്തോടെ മഹിയോട് സംസാരിക്കുന്ന പ്രതാപനെയാണ്. ഇനി ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കും. ആ കരുണയും മുത്തശ്ശിയും അവരെല്ലാവരും ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ണന്റെ അച്ഛൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നിനക്കും കണ്ണന് നല്ലത് മാത്രമേ വരണമെന്നേ അയാൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് എന്നിലൂടെ നടത്തുകയും ചെയ്യും. മോള് പേടിക്കണ്ട കേട്ടോ, മോൾക്ക് ഒരു ആപത്തും വരില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ പിച്ചും പേയും പറയുന്നത് കേട്ടിട്ട് മഹിയാണെങ്കിലും ആകെ പേടിക്കുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ ഇതൊക്കെ കേട്ട് പുറത്ത് ആകെ ഷോക്കായി നിൽക്കുകയാണ് ചെയ്യുന്നത്. കണ്ണനാണെങ്കിൽ മഹിയുടെ ആ ഒരു നിലപാട് മാറ്റത്തിലും മറ്റും ഭാവമാറ്റത്തിലൊക്കെ തന്നെ നല്ല ഡൗട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ആകെ പെട്ട അവസ്ഥയിലാണ് മുത്തശ്ശി. ഈ അച്ഛൻ എല്ലാ സത്യങ്ങളും എങ്ങനെയൊക്കെ അറിയിക്കുമെന്ന് തോന്നുന്നത്. എനിക്കാകെ പേടിയാവുന്നു. എൻ്റെ ജീവിതം നഷ്ടപ്പെടും. മാത്രമല്ല ആ വാമദേവൻ പറഞ്ഞതുപോലെ അച്ഛൻ ജയിലിലാവുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ സ്വത്തുക്കളൊന്നും തന്നെ അച്ഛനെ പുറത്തിറക്കാനോ നഷ്ടപരിഹാരം കൊടുക്കാനോ പോലും തികയില്ല. അതിനുശേഷമുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മുത്തശ്ശി ഓർത്തിട്ടുണ്ടോ? ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ജീവിതമായിരിക്കും. ആ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും കാൽച്ചോട്ടിലായിരിക്കും നമ്മളെന്നൊക്കെ പറയുമ്പോൾ മോളൊന്ന് സമാധാനപ്പെട്. ഇവന്റെ ഈ അസുഖം മാറുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഓരോ ദിവസവും പേടിച്ച് പേടിച്ച് കഴിയേണ്ടി വരും. എന്തായാലും ആകെയുള്ളൊരു ആശ്വാസം മഹാലക്ഷ്മിക്കും ഇപ്പോൾ
ചെറിയൊരു പേടിയുണ്ട്. കണ്ണൻ കാര്യങ്ങൾ അറിഞ്ഞാൽ മഹാലക്ഷ്മിയുടെയും ജീവിതം ഏകദേശം കട്ടപ്പുറത്താണെന്നൊക്കെ പറയണം. എന്നാലും അയാള് ആ കണ്ണേട്ടൻ മഹാലക്ഷ്മിയെ തള്ളിപ്പറഞ്ഞ് ഒരിക്കലും കൂടുതൽ കാലങ്ങളൊന്നും മുന്നോട്ട് പോവില്ല. അതാണ് ഒരു സങ്കടം. പക്ഷെ എന്റെ ജീവിതമോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും കരുണയാണെങ്കിൽ മുത്തശ്ശിയോട് വിഷമം പറയണം. എന്തായാലും ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രതാപിനെയും ശപിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.